തുണിയൊക്കെ തറക്കാനിടാൻ തീരുമാനിച്ച് മക്കയിൽ നിന്ന് സെയ്ദ് മുഹമ്മദ് മാലിക്കിയെ ക്ഷണിച്ചു. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഞാൻ വരുമെന്ന് ഉറപ്പിക്കേണ്ട ബന്ധുണ്ടെങ്കിൽ വിളിച്ച് പറയണം. ഞാൻ കുറച്ചത്തെ വേഗം സമ്മേളനത്തിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ബോംബെയിൽ നിന്നൊരു ഫോണ് മാലിക്ക് വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ ടിക്കറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം മക്കയിലേക്കാണ് മടങ്ങിപ്പോവാൻ. ഞാൻ തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോൾ തങ്ങൾ തന്നെ മടങ്ങി പോകാൻ വേണ്ടി നമ്മൾ പോകാൻ പോകത്തില്ല. ഞാൻ ചോദിച്ചാൽ അവിടെ 3 ആൾക്ക് 100 ടിക്കറ്റ് ഇല്ലാതെ നമ്മൾ 2 ആൾ കൂടി പോയാൽ 5 ആവില്ല. അപ്പോൾ ടിക്കറ്റ് തീരെ കിട്ടാതിരിക്കില്ലേ? അങ്ങനെയിക്കോട്ടെ നമ്മൾ പോകാം എന്ന് പറഞ്ഞ് അന്ന് മറക്കുന്നില്ല കയറി ഒരു പഴയ അംബാസഡർ കാറ് ഉണ്ടായിരുന്നു. നമ്മൾ 4 കാറ് കക്കാട്ടുന്ന വീരാൻകുട്ടിയാക്കിയതാണ്. ഒരു ഡ്രൈവറെ വിളിച്ച് ബാംഗ്ലൂരിൽ പോയി ആ കാറിൽ. ബാംഗ്ലൂരിലാണ് നമ്മുടെ എയർപോർട്ടുള്ളത്. ആ എയർപോർട്ട് വഴി 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മുംബൈ ചെന്ന് പെട്ടെന്ന് ട്രാവലിൽ പോയിട്ട് 5 ടിക്കറ്റ് ബുക്ക് ചെയ്ത് വഴിമുന്നൊക്കെ തരുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പോയിട്ട് അദ്ദേഹത്തോട് ധൈര്യത്തോട് കൂടി ടിക്കറ്റൊക്കെ ശരിയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ ഹോട്ടൽ താജിലൊന്ന് ഒഴിവാക്കിച്ച് ഞങ്ങൾ എൻ്റെ ഓഫീസിൽ എത്തുമ്പോൾ അവിടെ ടിക്കറ്റ് ക്യാൻസൽ, 5 ടിക്കറ്റ് ക്യാൻസലുണ്ട്. അതുകൊണ്ട് നേരത്തെ 5 ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഇങ്ങനെ വിളിക്കുന്നത്. ഉടനെ ഞങ്ങൾ ചെന്ന് ഈ 5 ടിക്കറ്റ് എടുത്ത് നേരിട്ട് ബാംഗ്ലൂരിൽ വന്ന് ബാംഗ്ലൂരിൽ ആ കാർ തന്നെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കയറി വലിയ തടിയുള്ള ആളാണ് മുഹമ്മദ് മാലിക് തങ്ങൾ. അദ്ദേഹവും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 ആളും ഞങ്ങൾ 5 പേര് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടെത്തിയത് എങ്ങനെയാണെന്നുള്ളതല്ലാതെ അറിയില്ല. അങ്ങനെ AC ഒന്നുള്ള കാലമല്ല കാറിൽ. അങ്ങനെ ചൂടുള്ള കാറിൽ എത്തി സുഖാനുള്ള നമ്മുടെ മക്കത്തിന് തൽക്കല്ലിട്ട് സമയത്ത് നന്നായി നടന്നു. അങ്ങനെ വലിയ ധൈര്യമുള്ള ആളായിരുന്നു. എന്തും അധികമൊന്നും വേണ്ട. ഞങ്ങൾ 2 ഗൾഫ് പോയിട്ട് ഒരു കാക്കരെ മാത്രം ഇപ്പാക്കി വിസ തരാന്നൊക്കെ പറഞ്ഞു. അയാൾ അവിടുത്തെ അസിസ്റ്റന്റ് കലക്ടറാണ്. അയാൾ തൊഴിപ്പാക്കി അവസാനം ഒരു വൃത്തിയില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടലാസ് ആളെ കൊണ്ടുവരും. ആ കടലാസ് ഞങ്ങൾ എടുക്കുക. കടലാസ് ദുബൈ കോർട്ടിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന ഓഫീസിൻ്റെ ഉള്ളിലാണ്. ഞങ്ങൾ മുകളിൽ പോയി വന്നിട്ട് ഈ കാക്കനോട് പറഞ്ഞു, ഈ അണി മേലിൽ കത്താരമായിരുന്നിട്ട് പണിയെടുക്കാൻ കിട്ടും എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങളാ കടാസം വാങ്ങി പോകുന്നു. വേറൊരാളുടെ കൊടുത്ത് അയാൾക്ക് മൂസാജിയായിരുന്നൊരാണ്. അയാളെടുത്ത് കൊടുത്ത് അയാൾ 15 ദിവസത്തേക്ക് വിസ നിർത്തിച്ചു തന്നു. ഇങ്ങനെയാണ് മക്കത്തിന് തുടക്കം. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മനുഷ്യൻ എല്ലാ ദിവസവും ദുബൈ ഭരണാധികാരിയുടെ കൂടെ രാത്രിയിൽ നിൽക്കാവുന്ന ആളാണ്. അത്ര അടുപ്പുള്ള ആളാണ്. ഈ ചതി ചെയ്തതുകൊണ്ട് തങ്ങൾ പറഞ്ഞ് ആ വാക്ക് വരുത്താൻ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് അയാൾ പോയി ദുബൈ നിന്നതിനെ പോയി പുറത്താക്കി.
പിന്നെ നമ്മൾ പോകാൻ പറ്റില്ല. അത്ര വലിയ കുറ്റം ചെയ്തതായി അയാൾ മനസ്സിലാക്കി. അങ്ങനെ സയ്യിദന്മാർ അവരുടെ വാക്കുകളും പ്രവർത്തികളും അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് ഈ നാട്ടിൽ നല്ല എല്ലാ നാട്ടുകാരും എല്ലാ പ്രവർത്തകരും അതിൻ്റെ വയസ്സിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്.